ഈ SCRT ഹിസ്റ്ററി എന്ന പുതിയൊരു എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒന്നാം ചാപ്റ്റർ ഏതാണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ, ഏകദേശം ഒരു 5ഓളം വിപ്ലവങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ശേഷം ഫ്രഞ്ച് വിപ്ലവം, മൂന്നാമതായിട്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, നാലാമതായിട്ട് റഷ്യൻ വിപ്ലവം, ഏറ്റവും അവസാനം 5ആമതായിട്ട് ചൈനീസ് വിപ്ലവം. ഈ 5 വിപ്ലവങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഒഴികെയുള്ള ബാക്കി 4 വിപ്ലവങ്ങൾ എന്ത് ചെയ്യുക, തറവായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എല്ലാ പബ്ലിക് എക്സാമിനും എസ്എ 6 മാർക്കിൻ്റെ എസ്എ ചോദിക്കുക ഈ ഒരു 4 വിപ്ലവങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഇക്കഴിഞ്ഞ പബ്ലിക് എക്സാമിന് തന്നെ ചോദിച്ച ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ പബ്ലിക് എക്സാമിനുണ്ടായിട്ടുള്ള 6 മാർക്കിൻ്റെ എസ്എ. അപ്പോൾ 6 മാർക്ക് നമ്മുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കാൻ വേണ്ടി പറ്റും ആ ഒരു വിപ്ലവങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വിപ്ലവം നോക്കാം. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, നമ്മളിവിടെ 2 മാപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കുക, ഒന്ന് ഏതാണ്? ഒന്ന് വടക്കേ അമേരിക്കയാണ്, 2 യൂറോപ്പാണ്. അറിയാലോ, വടക്കേ അമേരിക്ക അതേപോലെ തന്നെ യൂറോപ്പ്. ഓക്കെ, രണ്ടും 2 കോണ്ടിനെൻ്റാണ്, 2 ഭൂഖണ്ഡങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അമേരിക്കയിൽ ഒരുപാട് സ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് 16ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജനങ്ങൾ കുടിയേറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഏത് നൂറ്റാണ്ട് മുതൽ? 16ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ വേണ്ടി തുടങ്ങി. ഈ കുടിയേറ്റത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കുടിയേറ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് പരുത്തി ആവട്ടെ, പരുത്തി, അതേപോലെ തന്നെ കമ്പിളിയുണ്ട് അല്ലേ, കമ്പിളി, അതേപോലെ തന്നെ പുകയിലയുണ്ട്. ഓക്കെ അല്ലേ, പുകയില, ഇങ്ങനെയുള്ള ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഓൾറെഡി എവിടെയുണ്ട്? വടക്കേ അമേരിക്കയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ കുടിയേറ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളിവിടെ ചെറിയൊരു രാജ്യം കാണുന്നുണ്ടോ? എന്തോ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ് രാജ്യം? ഏതാണ്? അതായത് നമ്മളുടെ ബ്രിട്ടൻ അഥവാ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യമാണല്ലോ ഇത്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്താ? രണ്ടാമത്തെ പോയിൻ്റ് മറ്റൊന്നുമല്ല, 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് 13 കോളനികൾ സ്ഥാപിച്ചു. എത്രാം നൂറ്റാണ്ടിൽ? 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലീഷുകാർ 13 കോളനികൾ സ്ഥാപിച്ചു. ഇവിടെ കാണുന്നില്ലേ 13 കോളനികൾ? ഇതാ ജോർജിയ, സൗത്ത് കരോലീന, നോർത്ത് കരോലീന, വെർജീനിയ, മെരിലാൻഡ്. ഇത് 13 കോളനികളാണ്. ഇത് ആരുണ്ടാക്കിയ കോളനികളാണ്? ബ്രിട്ടൻ അഥവാ ഇംഗ്ലണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളനികളാണ് ഇത്. എത്രാം നൂറ്റാണ്ടിൽ? 18ാം നൂറ്റാണ്ടിൽ. ഇനി എന്തിനാണ് ഇവർ ഈ കോളനികൾ നിർമ്മിച്ചിട്ടുള്ളത്? നമുക്ക് അറിയാം, ഈ ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും മെയിനായിട്ടുള്ള ഹോബി എന്ന് പറയുന്നത് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്? അവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അല്ലേ പല യൂറോപ്യൻ ശക്തികളും വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെയുള്ള കച്ചവട സാധ്യതകൾ കണ്ടിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് അല്ലേ, നമ്മുടെ രാജ്യത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യം വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും അവർ ഈ കോളനികളെ കണക്കാക്കി. ഓക്കെ അല്ലേ? തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും പിന്നെയോ തങ്ങളുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും അവരെന്തിനെ കണക്കാക്കി? ഈ 13 കോളനികളെ അവർ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി കച്ചവടക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ വാണിജ്യ നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മെർക്കൻറ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ടോപ്പിക്ക് ഇവിടെ കവറായിട്ടുണ്ട്. ഏതാണ് ഒന്നാം ടോപ്പിക്ക് എന്ന് പറഞ്ഞത്? മെർക്കൻറ്റലിസമാണ്.
ഓക്കെ അല്ലേ? മെർക്കൻ്റലിസം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. എന്താണ് രണ്ടാമത്തെ ടോപ്പിക്ക്? മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളാണ്. എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ? ഓക്കെ, മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ ആദ്യമേ തന്നെ പറയാം. ഒന്നാമത്തേത് മെർക്കൻ്റലിസം, രണ്ടാമതായിട്ട് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ, മൂന്നാമതായിട്ട് കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. 1774, 1775, 1776, 1781, 1783. ഓക്കെ അല്ലേ? ഇനി ഒരു 4 പേരുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പേര് ജോർജ് വാഷിങ്ടൺ, രണ്ടാമതായിട്ട് തോമസ് ജെഫേഴ്സണും അതേപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഓക്കെ അല്ലേ? നാലാമതായിട്ട് ജെയിംസ് മാഡിസൺ. ഓക്കെ അല്ലേ? അങ്ങനെ ടോട്ടൽ. പിന്നെ അതിനിടക്ക് ഒരു പേര് കൂടിയുണ്ട്, തോമസ് പെയിൻ. എന്താണ്? തോമസ് പെയിൻ. ഓക്കെ അല്ലേ? തോമസ് അല്ലേ പെയിൻ എന്ന് പറഞ്ഞ ഒരു പേരും കൂടി പഠിക്കാനുണ്ട്. നമുക്കത് നോക്കാം എന്തായാലും. ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കുട്ടികളും പറയുന്നൊരു കാര്യം, എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പേരുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഒരു ഫാക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് ഹിസ്റ്ററി ടെക്സ്റ്റ് പാർട്ട് 1, 2 ഇത് രണ്ടിലും കൂടിയിട്ട് 106 വർഷങ്ങൾ മക്കളെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പാർട്ട് 1 52 വർഷങ്ങളും പാർട്ട് 2 54 വർഷങ്ങളും, ടോട്ടൽ 106 വർഷങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു ഫാക്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതത്ര വലിയൊരു സംഗതിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, 1874, 1875, 1776, 1781, 1783, 74, 75, 76, 81, 83. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇനി ഇതിൽ മറ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക മാത്രമേ വേണ്ടൂ. ഓക്കെ അല്ലേ? അത് നമുക്ക് മെല്ലെ നോക്കാം. അപ്പോൾ എന്തായാലും മെർക്കൻ്റലിസം കിട്ടിയോ? എന്താ മെർക്കൻ്റലിസം എന്ന് പറഞ്ഞാൽ? ഇത്രമാത്രം സിമ്പിളാണ്. എന്താണെന്ന്? 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വടക്കേ അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്ന് ജനങ്ങൾ കുടിയേറാൻ വേണ്ടി തുടങ്ങി. ആ പോയിന്റ് നിങ്ങൾ വിട്ടെ. അടുത്ത പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. 18-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ബ്രിട്ടീഷുകാർ 13 കോളനികൾ സ്ഥാപിച്ചു. എന്തിനു സ്ഥാപിച്ചു? തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും ബ്രിട്ടീഷുകാർ ഈ കോളനികളെ കണക്കാക്കി. അല്ലേ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഈ നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മെർക്കൻ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം നോക്കുക. അതായത് മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് 13 കോളനികൾ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ നിയമം, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലിലോ മാത്രമായിരിക്കണം. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇമേജസ് ആയിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബൈഹാർട്ട് പഠിക്കുന്ന സമ്പ്രദായം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അപ്പോൾ ഒന്നാമത്തെ നിയമം നോക്കിയേ, എന്താണ് ഒന്നാമത്തെ നിയമം? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കോളനികൾ നിർമ്മിച്ച കപ്പലിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കപ്പലിലോ ആയിരിക്കണം. ഇതാ ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ, ഇതാ കോളനികളിലെ കപ്പൽ എന്ന് പറയുമ്പോൾ ആരുടെ കപ്പൽ തന്നെയാണ്? ഇംഗ്ലീഷുകാരുടെ കപ്പൽ തന്നെയല്ലേ? അപ്പോൾ 13 കോളനികൾ നിർമ്മിച്ച കപ്പലിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കപ്പലിലോ അല്ലേ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ 13 കോളനികൾക്ക് അല്ലേ 13 കോളനികളിൽ നിന്നുള്ള സാധനങ്ങൾ എങ്ങോട്ട് മാത്രം? ഇംഗ്ലീഷ് കപ്പലിൽ മാത്രം കയറ്റി അയക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി പാടുള്ളൂ. സിമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ നിയമം പറ. എന്താണ് ഒന്നാമത്തെ നിയമം? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലിലോ കോളനികൾ നിർമ്മിച്ച കപ്പലിലോ മാത്രമായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ നിയമം എന്താ? രണ്ടാമത്തെ നിയമം, കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ വേണ്ടി പാടുള്ളൂ. ഇതാണ് രണ്ടാമത്തെ നിയമം. ഓക്കെ അല്ലേ? കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര അല്ലേ, പിന്നെയോ കമ്പിളി അല്ലേ, പിന്നെയോ പരുത്തി അല്ലേ, പിന്നെയോ പുകയില അല്ലേ എന്നിവ എങ്ങോട്ട് മാത്രമേ കയറ്റിയേക്കാൻ വേണ്ടി പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ 13 കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങോട്ട് മാത്രം? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ 2 നിയമങ്ങൾ കിട്ടിയില്ലേ? മൂന്നാമത്തെ നിയമം എന്താണ്? കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവരെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഗതിയാണത്. ഓക്കെ, നിങ്ങളത് എന്താണ് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെ പഠിക്കുക? കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, ഓക്കെ, പ്രമാണങ്ങൾ. അതേപോലെ തന്നെ പത്രങ്ങൾ, അല്ലേ? പത്രങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറുകൾ ഉണ്ടാവില്ലേ? യെസ്, അല്ലേ? ന്യൂസ് പേപ്പറുകൾ. ഓക്കെ, അതേപോലെ തന്നെ ലൈസൻസുകൾ, ഓക്കെ, ലൈസൻസുകൾ, ലഘുലേഖകൾ, ഇത് ലൈസൻസാണേ, ഓക്കെ, ലൈസൻസ്, ഓക്കെ. പിന്നെ ലഘുലേഖകൾ, ഇപ്പം നോട്ടീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? യെസ്, നോട്ടീസ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ലഘുലേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്ത് പതിപ്പിക്കണം? ബ്രിട്ടീഷുകാരൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം, അല്ലേ? നിയമം യഥാർത്ഥത്തിൽ പറയുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറുകളിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കുക. കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, അല്ലേ? വർത്തമാന പത്രങ്ങൾ, അല്ലേ? ലഘുലേഖകൾ, അല്ലേ? അതേപോലെ തന്നെ ലൈസൻസുകൾ. ഇതിലൊക്കെ ആരുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം? ബ്രിട്ടീഷുകാരൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം. ഇതിലൂടെ അവരെങ്ങനെ ലാഭം ഉണ്ടാക്കുന്നറിയോ? അതായത് ഇപ്പോൾ ഒരു നോട്ടീസ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന രൂപ എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 10 രൂപയുടെ നോട്ടീസിൽ 20 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്രയാണ് അവരുടെ ലാഭം? അല്ലെങ്കിൽ എത്രയാണ് ഇതിന് ചിലവാവുക? 30 രൂപ ചിലവാവുക, അല്ലേ? അപ്പോൾ 20 രൂപ ഇംഗ്ലീഷുകാരുടെ ലാഭമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ പൈസ അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ 7 രൂപയുടെ പത്രം നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൽ എന്താണ് 20 രൂപയുടെ മുദ്ര അല്ലെങ്കിൽ എന്താണ് സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്രയായി? 27 രൂപയായി, അല്ലേ? 20 രൂപ ആരിലേക്ക് പോവുക? ബ്രിട്ടീഷുകാരിലേക്ക് പോകും. മനസ്സിലായില്ലേ? 7 രൂപയാണ് റിയൽ ആയിട്ടുള്ള പ്രൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ കോളനികളിലെ നിയമപരമായുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ എന്നിവയിലൊക്കെ എന്ത് ചെയ്യണം? ലൈസൻസുകൾ എന്നിവയിലൊക്കെ എന്ത് ചെയ്യണം? അല്ലേ? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. ഇതാണ് മൂന്നാമത്തെ നിയമം. അടുത്തത് 4ാമത്തെ നിയമം എന്താണ്? കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം, അല്ലേ? ഇവിടെ ഒരു പട്ടാളക്കാരനെ കണ്ടുവാ. ഈ 13 കോളനികളും എന്തുണ്ട്? ബ്രിട്ടീഷുകാരൻ്റെ പട്ടാളക്കാരെ ഇത്, അല്ലേ? ഇംഗ്ലീഷുകാരൻ്റെ പട്ടാളമല്ലേ ഇത്? അപ്പോൾ ഈ 13 കോളനികൾ നിലനിർത്തിയിട്ടുള്ള സൈന്യത്തിന് വേണ്ടുന്ന താമസം, സൗകര്യം, ഭക്ഷണം, ഇതൊക്കെ ആര് കൊടുക്കണം? കോളനിയിലെ സാധാരണക്കാർ കൊടുക്കണം. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയേ. ഇപ്പോൾ കേരളത്തിലുള്ള ബംഗാളികൾ, അല്ലേ? കേരളത്തിൽ കുറേ ബംഗാളികളുണ്ട്. നാളെ ഒരു നിയമം വരികയാണ്, മലയാളികൾ, അല്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ 2 വീതം ബംഗാളികൾ എന്ത് ചെയ്യണം? നമ്മൾ താമസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇല്ല. അപ്പോൾ ആ രീതിയിൽ ബ്രിട്ടീഷുകാരൻ്റെ സൈന്യമാണ് കോളനിക്കാരെന്ന് പറയുമ്പോൾ അത്, അല്ലേ, അമേരിക്കക്കാരാണ്. അപ്പോൾ അമേരിക്കക്കാരുടെ വീടുകളിൽ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടുന്ന ഭക്ഷണം, താമസം, അത് ആര് കൊടുക്കണം? അത്, അല്ലേ? അതായത് കോളനിക്കാർ നൽകണം. ഇതാണ് 4ാമത്തെ നിയമം. 5ാമത്തെ നിയമം, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. എന്ന് പറഞ്ഞാൽ തേയില, ഗ്ലാസ്, കടലാസ്, ഈ 3 കാര്യങ്ങളും കോളനിയിലെ ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളല്ല. പക്ഷെ എന്നാൽ എന്ത് ചെയ്യണം? അവർ നിർബന്ധമായിട്ട് ഈ സാധനങ്ങൾ വാങ്ങണം. മനസ്സിലല്ലേ? അത് എന്ത് കൊടുക്കണം? ഇറക്കുമതി ചുങ്കം നൽകണം. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുക പൈസ, ഇങ്ങോട്ടേക്ക് അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യുക? നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുക. മനസ്സിലായി? ഇത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. ഇവർക്ക് തേയില ആവശ്യമുണ്ടോ? ഇല്ല. ഗ്ലാസ് ആവശ്യമുണ്ടോ? ഇല്ല. കടലാസ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇതാണ് എന്തെന്ന് 5ാമത്തെ നിയമം എന്ന് പറയുന്നത്. ഇത്ര പോലെ കാര്യങ്ങൾ മക്കൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഈ ഒരു ക്ലാസ് ഇത്ര പോലെ മതി. ഇനി നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വിപ്ലവത്തിൻ്റെ നാൾ വഴി, അതായത് ഈ ഒരു വർഷങ്ങൾ 1774, 75, 76, 81, 83 ഈ വർഷങ്ങൾ, ആ വർഷങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള മറ്റ് ഇൻസിഡൻസ് അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.